2001 ശേഷം നമുക്കൊരു കോൺഗ്രസ് MLA കോഴിക്കോട് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്തവണ 100% ഇത്തവണ അതുണ്ടാകും. നല്ല സന്തോഷത്തിലാണ്. ഇത് പിന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാ വർഷവും നടക്കുന്ന കാര്യമാണ്. കാരണം നമ്മുടെയൊക്കെ കുട്ടിക്കാലം മുതൽ ഓരോ പെരുന്നാളിനോടൊപ്പവും നടന്നാണ് നമ്മൾ പോയിട്ടുള്ളത്. എല്ലാ ദിവസവും നോമ്പ് നടക്കാൻ ഏതെങ്കിലും ഒരു സുഹൃത്തുക്കളുടെ വീടുകളിൽ പോകുന്നുണ്ടാവും. പിന്നെ ഞാൻ വളരെ പണ്ടേ ഇവിടെ വരുന്നത്, കാരണം എൻ്റെ മിക്ക സുഹൃത്തുക്കളും ഇവിടെയാണ് ഉണ്ടാവാറ്. അത് കഴിഞ്ഞ് അവരുടെ കൂടെയാണല്ലോ നടത്തം. അപ്പോൾ അതിൻ്റെ കൂടെ ഇത്തവണ ഇലക്ഷനായിപ്പോയി എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട്. അതർവൈസ് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നല്ല ആത്മവിശ്വാസത്തിലാണ്. ഓരോ UDF പ്രവർത്തകർ മാത്രമല്ല, ജനങ്ങളും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഈ അനുകൂലമായ വലിയൊരു തരംഗം കേരളത്തിലുണ്ടാവും. തീർച്ചയായിട്ടും അത് നോർത്ത് മണ്ഡലത്തിലും ആ പിന്തുണ വലിയ അളവിലുണ്ട്. ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 2001 ശേഷം നമുക്കൊരു കോൺഗ്രസ് MLA കോഴിക്കോട് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്തവണ 100% ഇത്തവണ അതുണ്ടാകും. 100%. ഈ ജില്ലയിൽ കേരളത്തിലെ ഏറ്റവും വലിയ വിജയം ഉണ്ടാകാൻ പോകുന്ന ഒരുപക്ഷെ മലപ്പുറം കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയായിരിക്കും. ഇന്നലെ ഇപ്പം കെ സുധാകരനായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ് ജയന്തേട്ടൻ. അപ്പോൾ ഇന്നലെ ഈ നടന്ന സംഭവവാസങ്ങളൊക്കെ ഒരു ചെറിയൊരു ആശങ്കയോ അല്ലെങ്കിൽ എനിക്ക് ഒരു ശതമാനം ആശങ്ക ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ആശങ്ക കെ സുധാകരനെ കുറിച്ച് ഉണ്ടാവാൻ കഴിയുമോ? ഈ കേരളത്തിൽ പിണറായി വിജയനെ താഴെ ഇറക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തി അത്. ഒരു രാഷ്ട്രീയ ജീവിതം മുഴുവൻ പിണറായിയോട് പോരാടിയ കെ സുധാകരൻ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയോട് പോരാടിയ കെ സുധാകരൻ, ജീവൻ കൊടുത്ത് കണ്ണൂരിലും കേരളത്തിലും പാർട്ടി ഉണ്ടാക്കിയ കെ സുധാകരൻ ഇടതുമുന്നണിക്ക് എന്തെങ്കിലും മെച്ചം കിട്ടുന്ന കാര്യം ചെയ്യും. മാധ്യമങ്ങളിൽ വാർത്ത വന്നാൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 100% ഉറപ്പാണ്. ഞാനൊരു നേലായി 10-20 കൊല്ലം കൂടെ നടന്ന ആളാണ്. ഓരോ സ്പന്ദനങ്ങളും ശ്വാസവും എനിക്കറിയാം. ഒരിക്കലും ഒന്നും ഉണ്ടാവില്ല. എന്നെ വിളിച്ച എല്ലാ പത്രസുഹൃത്തുക്കളോടും ഞാൻ പറഞ്ഞു, നിങ്ങളിത് വെറുതെയാണ്, നിങ്ങൾക്ക് കെ സുധാകരൻ എന്താണെന്നറിയില്ല. അയാളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ കോൺഗ്രസ് അല്ലാത്തൊരു രാഷ്ട്രീയമില്ല. അദ്ദേഹത്തിന്റെ ഇന്നലത്തെ ആ പ്രതികരണം സത്യത്തിൽ വളരെ ആളുകൾ, കോൺഗ്രസ്സുകാരും UDF ഒക്കെ വലിയ ആവേശത്തോടെ എടുക്കുന്നു. ഞാൻ എവിടെ പോകാനാണ്, പാർട്ടിയാണ് ഏറ്റവും വലിയ. അല്ലേ ഞാൻ ചോദ്യം, ഒരു ജന്മം മുഴുവൻ ഒരു മനുഷ്യൻ ഫൈറ്റ് ചെയ്യുക. ഞാൻ എത്രയോ ചെറുതാണ്, പാർട്ടി എത്രയോ വലുതാണ്. ഉറപ്പല്ലേ പുള്ളിയുടെ പാർട്ടി കമ്മിറ്റ്മെന്റ് എന്നുള്ളത് നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറത്ത്. ഒരാളുടെ ഏറ്റവും വലിയ അസറ്റ് എന്താ? സ്വന്തം ജീവിത. അത് പണയം വെച്ച് 11 തവണ മാർക്സിസ്റ്റ് പാർട്ടി കൊല്ലാൻ ശ്രമിച്ച ഒരാൾ 10 കൊല്ലം കഴിഞ്ഞൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഗുണം ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യോ? ഈ വാർത്ത കൊടുത്തവർ ഒരു പകൽ അവർ ആഘോഷിച്ചു.